പ്രിയമുള്ളവരെ നമസ്കാരം. റിയൽ എസ്റ്റേറ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം തന്നെ ഓർമ്മ വരുന്നത് കുറച്ച് സ്ഥലമോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലാറ്റുകളോ ബിൽഡിങ്ങുകളോ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. എന്നാൽ ഈ റിയൽ എസ്റ്റേറ്റിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ബൃഹത്തായിട്ടുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഇന്നത്തെ വിഷയവും അതാണ്. റിയൽ എസ്റ്റേറ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന വ്യത്യസ്ത ബിസിനസ് ഓപ്പർച്യൂണിറ്റികളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത്. വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റും റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യത്യസ്ത വിഷയങ്ങളാണ് ഈ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. റിയൽ എസ്റ്റേറ്റിലെ വ്യത്യസ്ത ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ എന്തെല്ലാമാണ്? ഒന്ന്, പ്രോപ്പർട്ടി ഡെവലപ്പർ. പ്രോപ്പർട്ടി ഡെവലപ്പർ എന്ന് പറയുമ്പോൾ പ്രോപ്പർട്ടി ഡെവലപ്പർ എന്താണ് ചെയ്യുന്നത്? അവർ ഏതെങ്കിലും ഒരു പ്രത്യേക നാട്ടിൽ ഏറ്റവും ഡിമാൻഡായിട്ടുള്ള ഒരു സ്ഥലത്ത്, ഒരു ഏരിയയിൽ, അതിലെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു ലാൻഡ് വാങ്ങി അവിടെ വില്ലകളോ പ്രൊജക്റ്റുകളോ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് പ്രൊജക്റ്റുകളോ ബിൽഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ജനങ്ങൾക്ക് വിൽക്കുന്നു. ഇതാണ് പ്രോപ്പർട്ടി ഡെവലപ്പർ പൊതുവെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഫണ്ട് ബാക്കപ്പ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും റിയൽ എസ്റ്റേറ്റിൽ നിങ്ങൾക്ക് ഒരു നല്ല പ്രോപ്പർട്ടി ഡെവലപ്പർ ആവാൻ സാധിക്കുമെന്നുള്ളതാണ്. ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നല്ല ഡിമാൻഡുള്ള ഏരിയകളിൽ നിങ്ങൾക്ക് ലാൻഡ് വാങ്ങാം. ആ ലാൻഡ് വാങ്ങിയതിന് ശേഷം അവിടെ നല്ല ഒരു വില്ല പ്രൊജക്റ്റുകളോ നല്ല ടൗൺ ഹൗസസുകളോ ബിൽഡ് ചെയ്ത് അതല്ലെങ്കിൽ നല്ല അപ്പാർട്ട്മെൻറ്റുകളോ ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് സെല്ല് ചെയ്യുന്നതിലൂടെ മികച്ച ലാഭം കൊയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതാണ് നിങ്ങൾ ഒരു പ്രോപ്പർട്ടി ഡെവലപ്പറായുള്ള ഗുണം എന്ന് പറയുന്നത്. 2, പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ്. പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നിലവിൽ കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ള അപ്പാർട്ട്മെൻറ്റുകൾ ഒരു നിശ്ചിത കാലയളവിലേക്ക് ലീസിനെടുത്ത് അത് 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ 100 വർഷത്തേക്കോ ലീസിന് എടുത്തതിന് ശേഷം ആ ഡെവലപ്പറിൻ്റെ അടുത്ത് നിന്ന്, അതിൻ്റെ ബിൽഡിംഗ് ഓണറിൻ്റെ അടുത്ത് നിന്ന് ലീസിന് എടുത്തതിന് ശേഷം ഈ പ്രോപ്പർട്ടികൾ റെൻ്റ് ഔട്ട് ചെയ്ത് അതിലൂടെ ലാഭം ഉണ്ടാക്കുന്നവരാണ് പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റ് വ്യക്തികളെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിൽ നല്ല ഏരിയകളിൽ, നല്ല ഡിമാൻഡുള്ള സ്ഥലങ്ങളിൽ നല്ല അപ്പാർട്ട്മെൻറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ, അത് റെസിഡൻഷ്യൽ ആവാം അതല്ലെങ്കിൽ കൊമേഴ്സ്യൽ ആവാം, അത്തരത്തിലുള്ള അപ്പാർട്ട്മെൻറ്റുകൾ ഒരു നിശ്ചിത കാലയളവിലേക്ക് നിങ്ങൾ വാങ്ങിയാൽ നിങ്ങൾക്കതൊക്കെ സുന്ദരമായിട്ട് മന്ത്ലി റെൻ്റ് ഔട്ട് ചെയ്ത് അതിലൂടെ ഒരു വരുമാനം നേടാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് കമ്പനി നടത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കയ്യിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് ഇത്ര വർഷത്തേക്ക് വാങ്ങുവാനുള്ള, ലീസിന് വാങ്ങാനുള്ള ഒരു എമൗണ്ട് കയ്യിൽ വേണം എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു രീതിയിലൂടെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഒരു പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കുന്നതാണ്. ഇനി ചില ആളുകൾക്ക് റെഡി ആയിട്ടുള്ള പണം നൽകണമെന്നില്ല. അവർക്ക് കൊടുക്കേണ്ട പണം എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ മാസവും ഇത്ര എമൗണ്ട് കൊടുക്കുക എന്നുള്ളൊരു ഡീൽ ഉണ്ടാക്കിയാൽ മതിയാവും. ബാക്കി കിട്ടുന്ന പൈസ നിങ്ങൾ എങ്ങനെ അത് മാനേജ് ചെയ്ത് എത്ര റെൻ്റ് ഔട്ട് ചെയ്ത് എടുക്കുന്നു ബാക്കി എല്ലാ പൈസയും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ പ്രോപ്പർട്ടി മാനേജ്മെൻറ്റും നിങ്ങൾക്ക് പറ്റിയ നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് എന്നുള്ളതാണ്. 3, വെക്കേഷൻ റെൻ്റൽ ബിസിനസ്. ഇത് വളരെ മികച്ച ഒരു ബിസിനസ്സാണ്. കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മികച്ച രീതിയിൽ ടൂറിസം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ നല്ല ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് നല്ല അപ്പാർട്ട്മെൻറ്റുകൾ, നല്ല ഫ്ലാറ്റുകൾ, റെസിഡൻഷ്യൽ ഫ്ലാറ്റുകൾ അല്ലെങ്കിൽ വില്ലകൾ നിങ്ങൾക്ക് അതിൻ്റെ ഓണറിൽ നിന്നും 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ 3 വർഷത്തേക്കോ വാങ്ങി ഒരു നിശ്ചിത ചെറിയൊരു കാലയളവിലേക്ക് വാങ്ങി അതൊന്ന് നന്നായിട്ട് ഫർണിഷ് ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈനിലുള്ള എയർബിഎൻബി പോലെയുള്ള സ്ഥലങ്ങളിൽ ലിസ്റ്റ് ചെയ്ത് അത്തരത്തിൽ നിങ്ങൾക്ക് ഡെയിലി റെൻ്റ് ഔട്ട് ചെയ്ത് നല്ലൊരു ഇൻകം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ വെക്കേഷൻ റെൻ്റൽ ബിസിനസ് നല്ല ഹോപ്പുള്ള, നല്ല സ്കോപ്പുള്ള ഒരു ബിസിനസ് കൂടിയാണ്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ റിയൽ എസ്റ്റേറ്റിൽ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. 4, ഹൗസ് ഫ്ലിപ്പിംഗ്. ഹൗസ് ഫ്ലിപ്പിംഗ് വളരെ നല്ല ഒരു ബിസിനസ്സാണ് റിയൽ എസ്റ്റേറ്റിലെ. ഹൗസ് ഫ്ലിപ്പിംഗ് എന്ന് പറയുന്നത് പൊതുവേ നല്ല നല്ല സിറ്റികളിൽ ചെറിയ വിലക്ക് നിങ്ങൾക്ക് നല്ല പ്രൊജക്റ്റുകൾ, വില്ലകളോ അപ്പാർട്ട്മെൻറ്റുകളോ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. നിങ്ങളുടേതായിട്ടുള്ളൊരു ടീമുണ്ടെങ്കിൽ അതിനെ വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് റീവർക്ക് എടുത്ത് ചെയ്ത് നന്നായിട്ടൊന്ന് മേക്ക് ഓവർ ചെയ്ത് ചെറിയ മെയിൻ്റനൻസ് പണികളൊക്കെ ചെയ്ത് നല്ല നിലവിലുള്ള ലെവലിനെ ഒന്ന് ഒരു മാറ്റി നല്ല ചെറിയ ഇച്ചിരി പൈസ മുടക്കി ഒന്ന് ബ്യൂട്ടിഫിക്കേഷൻ നടത്തി ഒന്ന് ഭംഗിയാക്കി
ആ സാധനത്തിന് നിങ്ങൾക്ക് ലെക്സേ ഒരു ചെറിയ എമൗണ്ട് കൊടുത്ത് നിങ്ങളൊരു പ്രോപ്പർട്ടി വാങ്ങുന്നു. അതിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മാറ്റങ്ങളും ചേഞ്ചുകളും ഒരു ലുക്ക് ആൻഡ് ഫീലിൽ മാറ്റങ്ങളൊക്കെ വരുത്തുന്നു, ചില അമ്യൂണിറ്റീസുകളൊക്കെ കൊണ്ടുവരുന്നു. അതിനുശേഷം ഈ വില്ല അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി നിങ്ങൾ വിറ്റാൽ നിങ്ങൾക്ക് മികച്ചൊരു ലാഭം നേടാൻ സാധിക്കുമെന്നുള്ള. അപ്പോൾ ഇതിന് നമുക്ക് ഒരു പ്രോപ്പർട്ടി വാങ്ങാനുള്ളൊരു ഫണ്ട് വേണം, എന്നിട്ട് അത് റീവർക്ക് ചെയ്യാനുള്ള ഒരു ടീമോ അതല്ലെങ്കിൽ അതിനൊരു ഫണ്ട് വേണം നമുക്ക്. അതിനുശേഷം അത് കൊടുത്താൽ അതിനൊരു മികച്ച ലാഭത്തിലേക്ക് അത് എത്തുമെന്നുള്ളതാണ്. അപ്പോൾ പലർക്കും ഇത്തരത്തിലുള്ള ബിസിനസ്സുകളെ കുറിച്ച് അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹൗസ് ഫ്ലിപ്പിംഗ് എന്ന് പറയുന്ന സംഭവം വളരെ നല്ല ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖലയാണ് എന്നുള്ളതാണ്. 5. ഓൺലൈൻ റിയൽ എസ്റ്റേറ്റ് പ്ലാറ്റ്ഫോം. എന്താണ് ഓൺലൈൻ റിയൽ എസ്റ്റേറ്റ് പ്ലാറ്റ്ഫോം ചെയ്യുന്നത്? നമ്മൾ ഇന്ന് പല രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ താമസങ്ങൾ ബുക്ക് ചെയ്യുന്നത് പല ഓൺലൈൻ ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിലൂടെയാണ്. ലൈക്ക് booking.com, അതുപോലെ തന്നെ Airbnb, അതുപോലെ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് സൈറ്റുകൾ ഇന്ന് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഓരോ ആളുകളുടെ ഈ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബിസിനസ്സിനെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ബിസിനസ് തോട്ടാണ്. ഇത്തരത്തിൽ നല്ല പോർട്ടലുകൾ ഡെവലപ്പ് ചെയ്ത് അതിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റെൻ്റൽ സംഭവങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കാനുള്ളതൊക്കെ ആ പോർട്ടലിൽ ലിസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് അതിനുശേഷം ഈ പോർട്ടൽ നന്നായിട്ട് മാർക്കറ്റ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതൊരു നല്ല ബിസിനസ് ആവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഓൺലൈൻ റിയൽ എസ്റ്റേറ്റ് പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം. അതിലൂടെ ആ ലിസ്റ്റിംഗ് ചെയ്തതിലൂടെ അതിലൂടെ ഒരു പെർസെൻറ്റേജ് കമ്മീഷൻ നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് അത് വിൽക്കാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ബിസിനസ്സും റിയൽ എസ്റ്റേറ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. 6. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റർ. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റിൽ ബിസിനസ് ചെയ്യണം, എന്നാൽ അതിൽ നിങ്ങളുടെ ഒരു ഡെയിലി ബിസിനസ് ഇൻവോൾവ്മെൻറ്റ് അതിൽ താല്പര്യമില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നല്ല പൊട്ടൻഷ്യലുള്ള പ്രോപ്പർട്ടികളിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു നിശ്ചിത കാലത്ത് 2 വർഷത്തേക്കോ 3 വർഷത്തേക്കോ ചെയ്ത് അതിനുശേഷം അതിനൊരു അപ്രിസിയേഷൻ കിട്ടിക്കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് കൊടുത്ത് ഒഴിവാക്കാം. അതിനുശേഷം ആ ഫണ്ട് ഉപയോഗിച്ച് മറ്റു പല സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഒരു ബിസിനസ് ആംഗിളിൽ, അതായത് നിങ്ങൾ പ്രോപ്പർട്ടി എടുക്കുന്നു, കൊടുക്കുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് അത് ലാഭമാകുന്നു. അതല്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പർട്ടി എടുക്കുന്നു, അതിലൂടെ ഒരു മന്ത്ലി ഇൻകം നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റികളും. ഇനി അതല്ല, ചില ഡെവലപ്പേഴ്സിന് നിങ്ങൾക്ക് അവരുടെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അവരതിൻ്റെ ഒരു ലാഭം പ്രോപ്പർട്ടി പെർസെൻറ്റേജ് ആയിട്ട് നിങ്ങൾക്ക് തരാം. അപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്ററാണെങ്കിൽ നിങ്ങളുടെ ഒരു ആവശ്യത്തിന് നല്ല ഫണ്ടുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റിൽ നല്ലൊരു ഇൻവെസ്റ്റർ ആവാൻ സാധിക്കുമെന്നുള്ളതാണ്. 7. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ്, REITs. നമ്മുടെ നാട്ടിൽ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധാരണക്കാർക്കുള്ള ഏറ്റവും മികച്ച ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. നമ്മൾ പലർക്കും ഒരു മികച്ച ഫണ്ട്, ഒരു വലിയ ഫണ്ട് ഇല്ലാത്തതിൻ്റെ പ്രയാസം പലർക്കും ഉണ്ടാവും. അത്തരത്തിലുള്ള ആളുകൾക്ക് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റിൽ ഫിസിക്കലി നിങ്ങളൊരു പ്രോപ്പർട്ടി വാങ്ങാതെ ഇന്ത്യയിൽ നിങ്ങൾക്ക് ഒരു ഷെയർ രൂപത്തിൽ, അതായത് ഇപ്പോൾ ബാംഗ്ലൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ പല സ്ഥാപനങ്ങളും നല്ല പ്രോപ്പർട്ടികൾ വാങ്ങിയിട്ട് അത് ഷെയറായിട്ട്, ആ പ്രോപ്പർട്ടികളുടെ ഷെയറായിട്ട് നമുക്ക് വാങ്ങാൻ സാധിക്കും. ഷെയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു 2 ഷെയർ, 5 ഷെയർ, 10 ഷെയർ, 100 ഷെയർ, ഇങ്ങനെ ഇത്ര നമ്പർ ഓഫ് ഷെയർ വാങ്ങാം. അപ്പോൾ നിങ്ങൾ ഫിസിക്കലി ആ പ്രോപ്പർട്ടി വാങ്ങുന്നില്ല. ഫിസിക്കലി എന്നാൽ ആ പ്രോപ്പർട്ടി അവിടെയുണ്ട്. ആ പ്രോപ്പർട്ടിയുടെ ഒരു പെർസെൻറ്റേജ് ഷെയർ മാത്രമാണ് നിങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അതിലൂടെ ആ പ്രോപ്പർട്ടിക്ക് എത്ര അപ്രിസിയേഷൻ കിട്ടുന്നോ ആ അപ്രിസിയേഷനൊക്കെ നിങ്ങളുടെ ഷെയറിൽ കൂടുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഷെയർ കൊടുക്കുന്ന സമയത്ത് ആ പ്രോപ്പർട്ടിക്ക് നിലവിലുള്ള അപ്രിസിയേഷൻ എത്രയാണോ ആ അപ്രിസിയേഷൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ ആ പ്രോപ്പർട്ടിയിൽ കിട്ടുന്ന ഒരു പെർസെൻറ്റേജ് ഓഫ് ലാഭമുണ്ട്. ഈ പ്രോപ്പർട്ടി റെൻ്റ് ഔട്ട് ചെയ്തിട്ടോ അതല്ലെങ്കിൽ കിട്ടുന്നൊരു ലാഭമുണ്ടല്ലോ, മന്ത്ലി വരുമാനം. അതിൻ്റെ ഒരു വരുമാനം നിങ്ങൾക്ക് എല്ലാ വർഷവും ഡിവിഡൻ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് ഒരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷേ എന്നാൽ വലിയൊരു മികച്ച ഫണ്ടില്ലാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ സ്റ്റോക്കിലൊക്കെ നമ്മൾ ഷെയർ വാങ്ങണ പോലെ, വ്യത്യസ്ത കമ്പനികൾ സ്റ്റോക്ക് വാങ്ങണ പോലെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റിലും നിങ്ങൾക്ക് ഷെയർ വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതാണ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. 8ാമത്തെ ബിസിനസ് മേഖല എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സാണ്. ഓരോ നാട്ടിലും ഒരുപാട് ഡെവലപ്പേഴ്സ് ഉണ്ട്. ആ ഡെവലപ്പേഴ്സിൻ്റെ പ്രൊജക്റ്റുകൾ എല്ലാം ഡെവലപ്പേഴ്സിന് നേരിട്ട് കൊടുത്ത് സെല്ല് ചെയ്യുക എന്നുള്ളത് പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. ഇവിടെയാണ് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ് കടന്നു വരുന്നത്. റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സിന് ഈ പറയുന്ന എല്ലാ ഡെവലപ്പേഴ്സുമായിട്ട് നല്ല ബന്ധമുണ്ടെങ്കിൽ അവരായിട്ടൊരു കമ്മീഷൻ ഡീല് ഉറപ്പിച്ചതിന് ശേഷം അവർക്ക് ഈ ഡെവലപ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടികൾ ജനങ്ങൾക്ക് വിൽക്കാം. അപ്പോൾ അങ്ങനെ വിൽക്കുന്നതിലൂടെ സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു പെർസെൻറ്റേജ് കമ്മീഷൻ ഈ ഡെവലപ്പേഴ്സ് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലൊരു ബ്രോക്കറാവാൻ
നിങ്ങൾക്ക് ആകെ വേണ്ടത് ഡെവലപ്പേഴ്സുമായിട്ട് നല്ലൊരു ഡീൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ആ ഡീൽ ഉറപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് നല്ല കസ്റ്റമർ ബേസ് എന്നുണ്ടെങ്കിൽ അത്തരം കസ്റ്റമറുകളെ ആ ഡെവലപ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടികൾ വിൽക്കാൻ വേണ്ടി ഡെവലപ്പേഴ്സിലേക്ക് എത്തിക്കുകയും അങ്ങനെ വിറ്റ് കിട്ടുന്ന പൈസയിൽ നിന്ന് ഒരു കമ്മീഷൻ നിങ്ങൾക്ക് ബ്രോക്കർ ഫീ ആയിട്ട് വാങ്ങാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിലെ ഈ പ്രോപ്പർട്ടി ബ്രോക്കേഴ്സിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അവസാനമായിട്ട് വരുന്നതാണ് റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസി. നിങ്ങൾ ഒരു സെയിൽസ് സ്കില്ലിൻ്റെ അപ്പുറത്തേക്ക് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ള നല്ല ഒരു നോളജുള്ള വ്യക്തിയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റിലെ വ്യത്യസ്ത ഡെവലപ്പേഴ്സിനെ കുറിച്ചും വ്യത്യസ്ത പ്രൊജക്റ്റുകളെക്കുറിച്ചും വ്യത്യസ്ത സാധ്യതകളെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ എല്ലാ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ആ മേഖലയിൽ നല്ല പഠനങ്ങൾ നടത്തുന്ന റിസർച്ച് നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും മികച്ചൊരു ജോലിയാണ് ഒരു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻ്റ് ആവുക എന്നുള്ളത്. തീർച്ചയായിട്ടും ഒരു കൺസൾട്ടൻറ്റ് അപ് ടു ഡേറ്റഡ് ആയിരിക്കണം. എല്ലാ പ്രോപ്പർട്ടികളെക്കുറിച്ചും എല്ലാ ഡെവലപ്പേഴ്സിനെക്കുറിച്ചും എല്ലാ അപ്കമിങ് പ്രൊജക്റ്റുകളെക്കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ ഗുണങ്ങളെയും ദോഷങ്ങളെക്കുറിച്ചൊക്കെ നല്ല നോളജ് ഉണ്ടായിരിക്കണം. അതിലൂടെ ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കൺസൾട്ടൻസി കൊടുക്കാൻ സാധിക്കും. കാരണം പൊതുവെ ജനങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. പല രാജ്യങ്ങൾ, പല ഡെവലപ്പേഴ്സ്, പല പ്രൊജക്റ്റുകൾ, പല ടൗൺഷിപ്പുകൾ, ഓപ്ഷൻസുകളൊക്കെ ജനങ്ങൾക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ റിയൽ എസ്റ്റേറ്റിൽ ഏത് രാജ്യത്ത്, ഏത് നാട്ടിൽ, ഏത് പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് പലർക്കും കൺഫ്യൂഷനാണ്. ഇവിടെയാണ് നിങ്ങളൊരു നല്ലൊരു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജനങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റും. ആ ഗൈഡ് ചെയ്യുന്നതിലൂടെ നല്ലൊരു ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഈ ഇൻവെസ്റ്റേഴ്സിന് നല്ലൊരു രാജ്യത്ത് നല്ലൊരു ഡെവലപ്പറിൻ്റെ കൂടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം നിങ്ങൾക്ക് ഒരുക്കി കൊടുക്കാൻ സാധിക്കും. അതും ആ ഒരു മേഖലയും നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയുള്ള മേഖലകളാണ്. ഇത്തരത്തിൽ 9 പ്രധാനപ്പെട്ട മേഖലയിൽ നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റിൽ ബിസിനസ് നടത്താം എന്നുള്ളതാണ്. കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾ ദുബായിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ UAE വിവിധ എമിറേറ്റ്സുകളിൽ നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഏത് ഡെവലപ്പർ ചൂസ് ചെയ്യണം, ഏത് പ്രൊജക്റ്റ് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാം. തികച്ചും സൗജന്യമായി തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിലുള്ള ഫ്രീ കൺസൾട്ടേഷൻ ഞാൻ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം. നന്ദി, നമസ്കാരം.